ഹസ്തിനപുരിയിൽ കള്ളച്ചൂത് അരങ്ങേറുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ശിശുപാലന്റെ സുഹൃത്തായ സാൽവനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ശിശുപാലനെ വധിച്ചതിൽ കോപിഷ്ഠനായ അയാളുടെ സുഹൃത്ത് സാൽവൻ ശ്രീകൃഷ്ണനോട് പ്രതികാരം ചെയ്യുവാൻ സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു. ഒരിക്കൽ കൃഷ്ണൻ ദ്വാരകയിൽ ഇല്ലാത്ത തക്കം നോക്കി സാൽവൻ ദ്വാരക ആക്രമിച്ചു. കൃഷ്ണന്റെ പുത്രന്മാരായ സാംബനും പ്രത്യുമ്നനും സാൽവനെ എതിരിട്ടു. സാൽവന്റെ സേനാനായകനെ സാംബൻ കൊന്നുകളഞ്ഞു. സാൽവൻ യുദ്ധരംഗത്തേക്ക് വന്നു. അവന്റെ ശരമേറ്റ് മോഹാലസ്യം പൂണ്ട പ്രത്യുമ്നൻ അല്പനേരത്തേക്ക് യുദ്ധരംഗത്ത് നിന്നും പിന്മാറി. രാജസൂയം കഴിഞ്ഞ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും മടങ്ങി വരും വഴിയാണ് ശ്രീകൃഷ്ണൻ ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. ഉടൻ തന്നെ അദ്ദേഹം നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് പോയി. തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സാൽവന്റെ കഥ കഴിച്ചു. സാൽവധത്തിന് ശേഷം ദ്വാരകയിൽ ചെന്നപ്പോൾ മാത്രമാണ് ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ വനയാത്രയെക്കുറിച്ച് അറിഞ്ഞത്. വിവരമറിഞ്ഞ കൃഷ്ണൻ ഉടൻ തന്നെ പാണ്ഡവരെ കാണാനായി കാമ്യക വനത്തിലേക്ക് പുറപ്പെട്ടു. പാണ്ഡവരുടെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട അദ്ദേഹത്തിന് അതിന്റെ കാരണക്കാരായ കൗരവരെ ഉടനെ നശിപ്പിക്കണമെന്ന് തോന്നി. പക്ഷേ അർജുനൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണുണ്ടായത്. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ കൗരവ സഭയിൽ തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് പറഞ്ഞ് തേങ്ങിക്കരയാൻ തുടങ്ങിയ പാഞ്ചാലിയെ കൃഷ്ണൻ സമാധാനിപ്പിച്ചു. കൃഷ്ണന്റെ ഉപദേശപ്രകാരം കുറച്ചുകൂടി സ്വൈരജീവിതം ആഗ്രഹിച്ച് പാണ്ഡവരും കൂടെയുള്ളവരും ദ്വൈതവനത്തിലേക്ക് താമസം മാറ്റി. ദ്വൈതവനത്തിലെത്തിയ പാണ്ഡവർ സരസ്വതി നദീതീരത്ത് താമസിക്കെ ഒരു ദിവസം യുധിഷ്ഠിരൻ തന്റെ അനുജൻ അർജുനനെ അടുത്തു വിളിച്ച് തപസ്സിലൂടെ ഇന്ദ്രാദി ദേവന്മാരെ പ്രസാദിപ്പിച്ച് ദിവ്യാസ്ത്രങ്ങൾ നേടണമെന്ന് നിർദ്ദേശിച്ചു. അതിനാൽ ശത്രുഭയം നീങ്ങാൻ സഹായിക്കുന്ന മന്ത്രമായ പ്രതിസ്മൃതി യുധിഷ്ഠിരൻ പാർത്ഥന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. സഹോദരന്മാരോടും പ്രിയപത്നിയോടും യാത്ര ചോദിച്ച് വടക്കൻ ദിക്കിലേക്ക് പുറപ്പെട്ട അർജുനൻ ഗന്ധമാദന പർവ്വതവും കടന്ന് ഇന്ദ്രകീലത്തിലെത്തിയപ്പോൾ ഒരു മഹർഷിയുടെ വേഷത്തിൽ ദേവേന്ദ്രൻ അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷനായി. ഇന്ദ്രദേവനെ മനസ്സിലാക്കിയ പാർത്ഥൻ തനിക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. ശ്രീ പരമേശ്വരനിൽ നിന്നും പാശുപതാസ്ത്രം കരസ്ഥമാക്കിയ ശേഷം സ്വർഗലോകത്ത് വരുമ്പോൾ തനിക്കധീനമായ സകല ആയുധങ്ങളും ഉപദേശിച്ചു തരാമെന്ന് പാർത്ഥന് വാക്ക് നൽകിക്കൊണ്ട് ഇന്ദ്രൻ അപ്രത്യക്ഷനായി. ഇന്ദ്രന്റെ ഉപദേശപ്രകാരം കൈലാസ പർവ്വതത്തിന് സമീപം ചെന്ന പാർത്ഥൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ശിവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 4 മാസക്കാലം നീണ്ടുനിന്ന ഘോര തപസ്സിന് ശേഷം ശിവപാർവതിമാർ പാർത്ഥനെ ഒന്ന് പരീക്ഷിക്കാമെന്നുറച്ച് ഒരു വേടന്റെയും വേടത്തിയുടെയും വേഷത്തിൽ അവിടെ എത്തി. ആ സമയത്ത് ഒരു പന്നി വേഷം പൂണ്ട് അവിടെ എത്തിയ മൂകാസുരൻ പാർത്ഥനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ പാർത്ഥനും കാട്ടാള വേഷധാരിയായ ശ്രീ പരമേശ്വരനും അസുരന്റെ നേർക്ക് ഓരോ ശരം തൊടുത്തുവിട്ടു. ഫലമോ പന്നിയുടെ അവകാശവാദത്തെ ചൊല്ലി പാർത്ഥനും കാട്ടാള വേഷധാരിയും തമ്മിൽ തർക്കമായി. താൻ തൊടുത്തുവിട്ട ശരമേറ്റാണ് പന്നി ചത്തുവീണതെന്ന് ഇരുവരും ഒരുപോലെ വാദിച്ചു. ആ വാദം അടിപിടിയിലും മൽപ്പിടുത്തത്തിലും ഒടുവിൽ ഘോര യുദ്ധത്തിലും എത്തിച്ചേർന്നു. അർജുനൻ പഠിച്ച സകല അടവുകളും ശരമൊടുങ്ങാത്ത ആവനാഴിയുമൊക്കെ കാട്ടാള വേഷധാരിയുടെ മുന്നിൽ നിഷ്പ്രഭമായി. അല്ലെങ്കിലും ശ്രീപരമേശ്വരനുണ്ടോ അർജുനന് ജയിക്കാൻ കഴിയുന്നു? പാർത്ഥനെ ജയിക്കാൻ ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാകില്ലെന്നുള്ള ഗുരു ദ്രോണന്റെ വാക്കുകൾ പാർത്ഥന്റെ മനസ്സിൽ വളർത്തിയെടുത്തിരുന്ന ആ അഹന്ത അതോടെ നശിച്ചു. വില്ലാളി വീരനായ താൻ ഒരു കാട്ടാളന്റെ മുന്നിൽ തോറ്റിരിക്കുന്നുവെന്ന് സത്യം അർജുനനെ ലജ്ജിതനാക്കി. പാർത്ഥന്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം എന്ന് മാത്രമേ ശിവന് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. വേടനും വേടത്തിയും സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷരായി. തന്റെ മുന്നിൽ ശിവപാർവതിമാരെ കണ്ട പാർത്ഥൻ ഭയഭക്തി ബഹുമാനത്തോടെ അവരെ താണുവണങ്ങി. അർജുനന്റെ അഭീഷ്ടപ്രകാരം പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നേരിടാൻ സാധിക്കാത്ത പാശുപതാസ്ത്രം ഭഗവാൻ പരമേശ്വരൻ പാർത്ഥന് നൽകി. വരുണൻ, കുബേരൻ, യമധർമ്മൻ എന്നീ ദേവന്മാരും അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷരായി. അവരെല്ലാം തന്നെ ഓരോ ദിവ്യാസ്ത്രങ്ങൾ പാർത്ഥന് ഉപദേശിച്ചു കൊടുത്തു. അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അപ്രത്യക്ഷരായി. പാശുപതാസ്ത്രം ശ്രീ പരമേശ്വരനിൽ നിന്നും നേടിക്കഴിഞ്ഞാൽ സ്വർഗലോകത്തേക്ക് വരുവാൻ പാർത്ഥനെ ഇന്ദ്രൻ ക്ഷണിച്ചതാണല്ലോ. ദേവലോകത്ത് പാർത്ഥനെ കൊണ്ടുവരുവാൻ ദേവേന്ദ്രൻ രഥവുമായി മാതുലിയെ അയച്ചു. താമസം വിന പാർത്ഥൻ സ്വർഗലോകത്തെത്തി. അവിടെ നിന്നും ഇന്ദ്രൻ നേരിട്ട് വന്ന് പാർത്ഥനെ സ്വാഗതം ചെയ്തു. ഇന്ദ്രലോകത്ത് കൊണ്ടുപോയി തന്റെ അർത്ഥാസനം നൽകി പാർത്ഥനെ ആദരിച്ചു. 5 വർഷം ഇന്ദ്രലോകത്ത് താമസിച്ച അർജുനനെ ദേവേന്ദ്ര കൽപ്പന പ്രകാരം ചിത്രസേനൻ നൃത്തവും സംഗീതവും അഭ്യസിപ്പിക്കുകയുണ്ടായി. ഈ കാലയളവിൽ തന്നെ ഇന്ദ്രനിൽ നിന്നും മറ്റ് ദിക്പാലകരിൽ നിന്നും ലഭിക്കാവുന്ന പരമാവധി ആയുധങ്ങളും അർജുനൻ സ്വായത്തമാക്കുകയുണ്ടായി. അർജുനനെ കണ്ട് പ്രേമപരവശയായി തീർന്ന ഉർവശി ഇടയ്ക്ക് ഒരു രാത്രിയിൽ പാർത്ഥനെ സമീപിച്ച് പ്രേമാഭ്യർത്ഥന നടത്തി. തന്റെ പിതാവായ ദേവേന്ദ്രന്റെ സദസ്സിലെ നർത്തകിയായ ഉർവശിയെ തനിക്ക് ഒരിക്കലും സ്വീകരിക്കാനാവില്ലെന്ന് അർജുനൻ പറഞ്ഞു. വർദ്ധിച്ച ആഗ്രഹത്താൽ പ്രേമാഭ്യർത്ഥന നടത്തുന്ന ഒരു സ്ത്രീയെ നിരാശപ്പെടുത്തുന്നത് അനുചിതമാണെന്ന് ഉർവശി പറഞ്ഞുകൊണ്ട് പാർത്ഥനെ വീണ്ടും നിർബന്ധിച്ചു. കുരുവംശത്തിലെ പൂർവ്വ പിതാമഹനായിരുന്ന പുരൂരവസിന്റെ പത്നിയായിരുന്ന ഉർവശിയെ തന്റെ മാതാവിന്റെ സ്ഥാനത്തല്ലാതെ മറ്റൊരു നിലയിലും കാണാൻ സാധിക്കില്ലെന്ന് അർജുനൻ ഉർവശിയെ അറിയിച്ചു.
അവളുടെ ആഗ്രഹം നിവർത്തിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലെന്ന് പാർത്ഥൻ തീർത്തു പറഞ്ഞു. തന്റെ ആഗ്രഹം സാധിപ്പിക്കാതിരുന്ന പാർത്ഥൻ ഒരു നപുംസകമായി പോകട്ടെ എന്ന് ശപിച്ചുകൊണ്ട് ഉർവശി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഉർവശി ശാപം കേട്ട് പരിഭ്രമിച്ച അർജുനനെ വിവരമറിഞ്ഞ് ഓടിയെത്തിയ ഇന്ദ്രൻ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉർവശിയുടെ ശാപം 1 വർഷക്കാലത്തേക്ക് മാത്രമേ ഫലിക്കുകയുള്ളൂ. അതുകൊണ്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാത്രമല്ല, ഉർവശി ശാപം ഒരു ഉപകാരമാണ്. കാരണം അജ്ഞാതവാസകാലത്ത് ആളറിയാതെ ജീവിക്കാൻ ഈ ശാപം ഉപകരിക്കും. ദേവേന്ദ്രന്റെ വാക്കുകൾ കേട്ട പാർത്ഥന് ആശ്വാസവും സന്തോഷവും തോന്നി. ദുർവാസാവ് നൽകിയ വരമന്ത്രസിദ്ധിയാൽ ഇന്ദ്രനെ ധ്യാനിച്ച് കുന്തിക്കുണ്ടായ പുത്രനാണല്ലോ അർജുനൻ. എല്ലാ ദിവ്യാസ്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്ത ഇന്ദ്രൻ പാർത്ഥന്റെ സ്വർഗലോകത്തെ ദൗത്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കി പാർത്ഥനെ അരികിൽ വിളിച്ചു പറഞ്ഞു, പുത്ര, നിന്റെ ഇവിടുത്തെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപായി നീ എനിക്ക് ഗുരുദക്ഷിണ തരണം. എന്തു വേണമെന്ന് അങ്ങു തന്നെ പറഞ്ഞാലും. പാർത്ഥന്റെ വാക്കുകൾ കേട്ട ദേവേന്ദ്രൻ തുടർന്നു, എന്റെ ബദ്ധശത്രുവായ നിവാദ കവചർ എന്നൊരു കൂട്ടരുണ്ട്. 3 കോടിയോളം വരുന്നതാണ് അവരുടെ അംഗസംഖ്യ. നീ അവരെയെല്ലാം നശിപ്പിക്കണം. അതാണ് ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഗുരുദക്ഷിണ. അർജുനൻ നിവാദ കവചരെ നിഗ്രഹിക്കാൻ മാതലിയുടെ രഥത്തിലേറി അവരുടെ കോട്ട ലക്ഷ്യമാക്കി പാഞ്ഞു. പാഞ്ചാലി സ്വയംവരത്തിന് പോകുന്ന വഴിക്ക് ഗന്ധർവനായ ചിത്രരഥൻ പാർത്ഥന് ചാക്ഷുഷി വിദ്യ ഉപദേശിച്ചു കൊടുത്ത കാര്യം മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞുവല്ലോ. പാർത്ഥന് ആ വിദ്യ വശമുള്ളതിനാൽ രാക്ഷസന്മാരുടെ മായാവിദ്യകളൊന്നും അദ്ദേഹത്തോട് ഫലിച്ചില്ല. അതുകൊണ്ട് തന്നെ 3 കോടിയോളം വരുന്ന നിവാദ കവചരെ നിശേഷം വരുത്തുവാൻ അർജുനന് അധികം സമയം വേണ്ടിവന്നില്ല. ഗുരുദക്ഷിണയായി പിതാവ് ആവശ്യപ്പെട്ട കാര്യം ഭംഗിയായി നിർവഹിച്ച് മാതിലിയോടൊപ്പം ദേവലോകത്തേക്ക് മടങ്ങുന്ന പാർത്ഥൻ മാർഗമധ്യേ ചലിച്ചുകൊണ്ടിരുന്ന ഒരു അത്ഭുത നഗരം കണ്ടു. രത്നനിർമ്മിതമായ ആ അത്ഭുത നഗരം ഹിരണ്യപുരമായിരുന്നു. കാലക, പുലോമ എന്നീ 2 രാക്ഷസികൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി നേടിയതാണ് ആ അത്ഭുത നഗരം. അവരുടെ സന്തതി പരമ്പരകളാണ് ഇപ്പോൾ ആ നഗരത്തിൽ വസിക്കുന്നത്. ദേവന്മാർക്കോ അസുരന്മാർക്കോ അവരെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ധർമ്മ സംരക്ഷണം നിർവഹിക്കാൻ നിശ്ചയിച്ച അർജുനൻ കാലകേയരെയും പൗലോമരെയും നിഗ്രഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മാതിലിയോട് രഥം ഹിരണ്യപുരത്തേക്ക് പായിക്കുവാൻ ആവശ്യപ്പെട്ടു. ഹിരണ്യപുരത്തെത്തിയ പാർത്ഥൻ ശരങ്ങൾ തുടരെ തുടരെ അയച്ചുകൊണ്ട് ആ പുരത്തിന്റെ ചലനം ആദ്യമായി ഇല്ലാതാക്കി. അതിനുശേഷം ദിവ്യാസ്ത്രങ്ങൾ അയച്ച് ഹിരണ്യപുരവാസികളായ രാക്ഷസന്മാരെ മുഴുവൻ നിഗ്രഹിച്ച ശേഷം ഇന്ദ്രലോകത്തെത്തി. നിവാദ കവചരെ മാത്രമല്ല, ഹിരണ്യപുരവാസികളെയും നിഗ്രഹിച്ച് തനിക്ക് മഹത്തായ ഗുരുദക്ഷിണ നൽകിയ പാർത്ഥനെ ഇന്ദ്രൻ പ്രത്യേകം അനുഗ്രഹിച്ചു. പാർത്ഥന്റെ അഭാവം പാണ്ഡവരെ ദുഃഖിതരാക്കി. മാത്രമല്ല, അവരുടെ വനജീവിതം തികച്ചും ദുസ്സഹവുമായിരുന്നു. പാണ്ഡവരുടെ അടുക്കലെത്തിയ ബൃഹദ്വശ്വൻ എന്ന മഹർഷിയോട് യുധിഷ്ഠിരൻ വനവാസത്തിന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ആവലാതിപ്പെട്ടു. അപ്പോൾ പാണ്ഡവരെക്കാളും കഷ്ടങ്ങൾ പേറിയ നളമഹാരാജാവിന്റെ കഥ പറഞ്ഞ് ബൃഹദശ്വ മഹർഷി പാണ്ഡവരെ സമാധാനിപ്പിച്ചു. യുധിഷ്ഠിരന് അക്ഷഹൃദയ മന്ത്രവും അശ്വഹൃദയ മന്ത്രവും ഉപദേശിച്ച ശേഷം ബൃഹദശ്വ മഹർഷി അവരെ അനുഗ്രഹിച്ചിട്ട് യാത്രയായി. മഹർഷി യാത്രയായ ശേഷം പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാനുറച്ച പാണ്ഡവർ 4 പേരും ദ്രൗപദിയെയും മറ്റുള്ളവരെയും കൂട്ടി കാമ്യകവനം വിട്ട് നൈമിശാരണ്യത്തിലെത്തി. അവിടെയുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അഗസ്ത്യാശ്രമത്തിൽ വെച്ച് ലോമശ മഹർഷി പറഞ്ഞ അഗസ്ത്യമുനിയുടെ കഥ കേട്ടുകഴിഞ്ഞ പാണ്ഡവർ പിന്നീട് പോയത് ഭൃഗുതീർത്ഥത്തിലേക്കാണ്. അവിടെ സ്നാനം ചെയ്ത പാണ്ഡവർ പിന്നെ നന്ദാതീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു. തീർത്ഥസ്ഥാനവും അടുത്തുള്ള ഋഷഭന്റെയും വിശ്വാമിത്രന്റെയും ആശ്രമങ്ങൾ സന്ദർശനവും കഴിഞ്ഞ അവർ വഴിക്കുള്ള ഒട്ടേറെ പുണ്യതീർത്ഥങ്ങളെല്ലാം നീരാടി ഒടുവിൽ മഹേന്ദ്രപർവ്വതത്തിൽ എത്തിച്ചേർന്നു. 21 പ്രാവശ്യം ലോകം ചുറ്റി നടന്ന് ക്ഷത്രിയ വംശം മുഴുവൻ മുടിച്ച് അവരുടെ ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്ത് കഴിയുന്ന പരശുരാമന്റെ കഥ അവിടെ വെച്ച് അകൃതവ്രണൻ എന്ന മഹർഷി പാണ്ഡവരെ പറഞ്ഞു കേൾപ്പിച്ചു. മഹേന്ദ്രപർവ്വതത്തിൽ വെച്ച് പാണ്ഡവർക്ക് പരശുരാമൻ ദർശനം നൽകി. പരശുരാമന്റെ അനുഗ്രഹം നേടിയ പാണ്ഡവർ പിന്നീട് പല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് പ്രഭാസ തീർത്ഥത്തിലാണ് ചെന്നെത്തിയത്. പാണ്ഡവർ പ്രഭാസ തീർത്ഥത്തിലുണ്ടെന്ന് വിവരമറിഞ്ഞ ശ്രീകൃഷ്ണനും ബലരാമനും അവിടെ എത്തി. പാണ്ഡവരുടെ കഷ്ടപ്പാടുകളിൽ സഹതപിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കൃഷ്ണബലരാമന്മാർ ദ്വാരകയിലേക്ക് തിരിച്ചു. പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് നർമ്മദാ നദി തീരത്തെത്തിയ പാണ്ഡവർക്ക് ലോമശ മഹർഷി ചിതൽപുറ്റിനകത്ത് ദീർഘനാൾ തപസ് ചെയ്ത ചവന മഹർഷിയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. ചവനാശ്രമം സന്ദർശിച്ച പാണ്ഡവർ പിന്നീട് മാന്ധാതാവ് എന്ന ചക്രവർത്തി തപസ് ചെയ്ത പുണ്യഭൂമിയിലേക്കാണ് യാത്ര പോയത്. അവിടെ വെച്ച് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ചക്രവർത്തി എന്ന് പ്രസിദ്ധനായ മാന്ധാതാവിന്റെ കഥ പറഞ്ഞുകൊടുത്തു. പാണ്ഡവർ പിന്നീട് ചെന്നത് ശിബി ചക്രവർത്തിയുടെ യജ്ഞഭൂമിയിലേക്കാണ്. ത്യാഗമനോഭാവത്തിൽ ദേവതുല്യനായി ഉടലോടെ സ്വർഗം പൂകിയ ശിബി ചക്രവർത്തിയുടെ കഥ കേട്ടുകഴിഞ്ഞ അവർ സമംഗ തീർത്ഥം ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി.
സ്വപിതാവിൻ്റെ ശാപത്താൽ ശരീരത്തിൽ 8 വളവുകളോടെ ജനിച്ച അഷ്ടവക്രമുനിയുടെ വളവുകൾ തീർത്ത് വൈരൂപ്യം മാറ്റിയ സമംഗതീർത്ഥത്തിലും നീരാടിയ പാണ്ഡവർ പിന്നീട് പോയത് രൈഭ്യാശ്രമത്തിലും ഭരദ്വാജാശ്രമത്തിലുമാണ്. സുഹൃത്തുക്കളായ ഭൈര്യൻ്റെയും ഭരദ്വാജൻ്റെയും കഥകൾ ലോമശ മഹർഷിയിൽ നിന്നും കേട്ടറിഞ്ഞ പാണ്ഡവർ ഗന്ധമാദന പർവ്വതത്തിലെത്തി. 5 വർഷം ഇന്ദ്രലോകത്ത് കഴിച്ചുകൂട്ടിയ അർജുനൻ ഇന്ദ്രന്റെ അനുഗ്രഹം വാങ്ങി മാതുലി തെളിച്ച രഥത്തിൽ കയറി ഗന്ധമാദന പർവ്വതത്തിലെത്തി. അർജുനനെ കണ്ടപ്പോൾ സഹോദരന്മാർക്കും ദ്രൗപദിക്കും ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സ്വർഗലോകത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഏവരും പർവ്വതം കയറി തുടങ്ങി. പർവ്വതം കയറി കടന്നപ്പോഴേക്കും പാണ്ഡവരും പാഞ്ചാലിയും ക്ഷീണിച്ച് നടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതിനാൽ ഉലൂബിയിൽ പാർത്ഥനുണ്ടായ പുത്രനെ പാർത്ഥൻ മനസ്സിൽ വിചാരിച്ചു. ഉടൻ തന്നെ അവിടെ എത്തിച്ചേർന്ന ഇരാവാൻ ബദരി തീർത്ഥത്തിലേക്ക് പാണ്ഡവരെയും പാഞ്ചാലിയെയും എടുത്തുകൊണ്ടുപോയി. തുടർന്നുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ.